സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ ദിന മത്സരം പുരോഗമിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം മുന്നിൽ. രണ്ടാം സ്ഥാനത്ത് കണ്ണൂരും മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടുമാണുള്ളത്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ, അനന്തപുരിയിൽ കായികാവേശമാണ്. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പോയിന്റ് പട്ടിക കൂടി ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങളിലേക്ക്. ആര്യ, തീർച്ചയായും വളരെ മികച്ച നിലയിൽ തന്നെ ആദ്യ ദിനം മുന്നോട്ട് പോവുകയാണ്. വളരെ വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായി അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രധാനമായും ഇൻക്ലൂസീവ് വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക്, അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലുള്ള കുട്ടികളുടെ മത്സരങ്ങളാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത് വിവിധ വേദികളിൽ. അതോടൊപ്പം ഈ അക്വറ്റിക്സ് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ മാത്രമാണ് അല്ലാതെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ മത്സരങ്ങളെല്ലാം നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഉച്ചയ്ക്ക് ശേഷം പെയ്തിട്ടുള്ള മഴ ചെറിയ തോതിൽ മത്സരങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും പകരം സംവിധാനം അപ്പോൾ തന്നെ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടക സമിതിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളെ അത് ദോഷകരമായി ബാധിച്ചു. 9ഓളം മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് മഴ പെയ്തത്. പിന്നീട് ഒരു 7 മത്സരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അത് മറ്റ് ചില തീരുമാനങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആ നിലയിൽ മത്സരങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും തിരുവനന്തപുരം ജില്ല അതായത് ആദ്യ ദിനം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം ജില്ല വലിയ കുതിപ്പ് തന്നെയാണ് നടത്തുന്നത്. പ്രധാനമായും ഇന്ന് ഗെയിംസും അക്വാറ്റിക്സും മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾ നാളെ മുതലാണ് ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ അക്വാറ്റിക്സിൽ വലിയ കുതിപ്പ് തിരുവനന്തപുരം ജില്ല നടത്തി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലാണ് കാര്യങ്ങൾ. അതായത് നേരത്തെ അല്പം മുൻപ് 12ഓളം ഇനങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ അതിൽ 10 സ്വർണം തിരുവനന്തപുരം മാത്രം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാനായി. പാലക്കാടിനാണ് ഒരു സ്വർണം, അതുപോലെ തന്നെ തൃശ്ശൂരിന് മറ്റൊരു സ്വർണം. ആ നിലയിലാണ് നേരത്തെ കണക്കുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പോയിന്റ് പട്ടികയിലും ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം ജില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഒരു ഉച്ചയോടുകൂടി തന്നെ 500 കടന്നു പോയിന്റ് എന്നുള്ളതാണ് സാഹചര്യം. അതിൽ തന്നെ 53ഓളം സ്വർണം ഉൾപ്പെടെയായിരുന്നു നേട്ടം. വലിയ നിലയിലുള്ള മുന്നേറ്റം തിരുവനന്തപുരം ജില്ല നടത്തുന്നു. രണ്ടാം സ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ കണ്ണൂരും മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടുമാണ് ഉള്ളത്. ആദ്യ ദിനത്തെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ ഈ ഇനങ്ങളുടെ ഒരു പെർഫോമൻസ് ഉൾപ്പെടെ എടുത്തു വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല വലിയ കുതിപ്പ് തന്നെയാണ് നടത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. മര്യാദ ശരി, ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം ജില്ല മുന്നിട്ട് നിൽക്കുകയാണ്. കമലേഷ് തെക്കേകാടാണ് വിവരങ്ങൾ നൽകിയത്.